ഇനി നമ്മൾ 3-ാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കുന്നു. അവിടെയാണ് സൃഷ്ടിയുടെ രഹസ്യം വെളിപ്പെടുത്തുന്നത്. 3 ചോദ്യങ്ങൾ. ഒന്നാമത്, സൃഷ്ടി ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? സൃഷ്ടിയുടെ സ്വഭാവം നിശ്ചയിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്നുള്ളത്. 3-ാമത്തത്, സൃഷ്ടി ഏത് ശക്തിയുടെ നിയന്ത്രണത്തിലാണ് ഇരിക്കുന്നത്? ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം വളരെ വിശദീകരിച്ച് പറയാണ്. നമുക്ക് നാളത്തേക്കത് വളരെ വിസ്തരിച്ച് കാണാം. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം, സൃഷ്ടി മുഴുവൻ ആരംഭിക്കുന്നത് ചിന്തകളിൽ നിന്നാണ്, മനസ്സിന്റെ കാമനകളിൽ നിന്നാണെന്ന് പറയാണ്. മനസ്സിൽ കാമം എന്നൊരു വികാരം ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും സൃഷ്ടി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ശരിയല്ലേ? ഇത് ഒരു സ്ത്രീയും പുരുഷനും അവർക്ക് കാമം മനസ്സിൽ വരുന്നില്ല എങ്കിൽ എവിടെയാണ് സൃഷ്ടി ഉണ്ടാവുക? ഏത് ജീവജാലങ്ങളിലും നിങ്ങൾ നോക്കൂ, കാമമെന്ന വികാരമല്ലേ ഒരു സൃഷ്ടിക്ക് പ്രേരണ നൽകുന്നത്? കാമമെന്നൊരു വികാരമില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തിൽ പ്രപഞ്ചത്തിൽ സൃഷ്ടി എന്നൊരു സംഭവം നടക്കില്ലായിരുന്നു. കാമം മനസ്സിന്റെ വികാരമാണ്, ചിന്തയാണത്. അപ്പൊ അങ്ങനെയുള്ളൊരു ചിന്തയിൽ നിന്നാണ് സൃഷ്ടി ആരംഭിക്കുന്നതെന്ന് ഭാഗവതം പറയുന്നു. ഇനി രണ്ടാമത്, സൃഷ്ടിയുടെ സ്വഭാവം നിശ്ചയിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ? തീർച്ചയായിട്ടും എന്ന് പറയണം. മനസ്സിന്റെ സ്വഭാവം എപ്രകാരമാണോ അപ്രകാരമായിരിക്കും സൃഷ്ടിയിലുള്ള ആളുകളുടെ സ്വഭാവവും. ഒരു സ്ത്രീയുടെ മനസ്സിൽ ആസുരികമായ സ്വഭാവമാണ് പ്രബലമെങ്കിൽ തീർച്ചയായിട്ടും അതിലുണ്ടാവുന്ന കുട്ടികളിലും ആസുരിക സംസ്കാരം പ്രബലമായിരിക്കും. ഈ കഥയാണ് നമുക്ക് നാളെ കാണാനുള്ളത്. ദിതി എന്ന് പറയുന്ന ഒരു സ്ത്രീയില് കശ്യപ പ്രജാപതി എന്ന് പറയുന്ന ബ്രാഹ്മണൻ, കശ്യപൻ എന്ന് പറയുന്ന ബ്രാഹ്മണന് അസുരക്കുട്ടികൾ ഉണ്ടായി എന്ന കഥ നമുക്ക് കാണിച്ചു തരികയാണ്. ഒരേ അച്ഛന് കുറെ കുട്ടികൾ, ഒരമ്മയിലുണ്ടാവുന്ന കുട്ടികൾ ദേവന്മാരും ഒരമ്മയിലുണ്ടാവുന്ന കുട്ടികളൊക്കെ അസുരന്മാരും. അതെന്താണ് അതിന് നിശ്ചയിച്ചത്? ആ അമ്മയുടെ സ്വഭാവവിശേഷം സൃഷ്ടിയെ സ്വാധീനിക്കുന്നു എന്നത് കണ്ടെത്തിയ ഒരു പൂർവികന്മാരുടെ സംസ്കാര ഭൂമിയാണ് ഭാരതം. ഇന്ന് രാവിലെ നമ്മൾ വ്യാസന്റെ കഥ പറഞ്ഞപ്പോ, കൗരവ വംശത്തിന്റെ കഥ പറഞ്ഞപ്പോ വ്യാസർ പുത്രോത്പാദനം ചെയ്തു എന്ന് പറയണ്ടായി. അപ്പൊ അംബികയിലും അംബാലികയിലും ഒരു ദാസിയിലൂടെ 3 പുത്രന്മാർക്ക് ജന്മം കൊടുത്തപ്പോ നിങ്ങളെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും. വ്യാസരെ പ്രാപിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ വെറുത്ത മനസ്സോടുകൂടിയിട്ട് പ്രാപിച്ചു എന്നും, ആ വെറുത്ത മനസ്സോടുകൂടി പ്രാപിച്ചപ്പോൾ ധൃതരാഷ്ട്രൻ എന്ന് പറയുന്ന പുത്രനുണ്ടായെന്നും, മറ്റൊരു സ്ത്രീ വളറിപ്പോയി എന്നും, അതിലുണ്ടായ പുത്രൻ പാണ്ഡുവായി തീർന്നെന്നും, പിന്നീട് ഭക്തിയാദരവോടുകൂടിയിട്ട് ഭക്താവിനെ പോലെ ഒരു ആദരണീയന പുരുഷനെ പോലെ വ്യാസരെ കണ്ട് അതിൽ നിന്നുണ്ടായ പുത്രൻ ധർമ്മിഷ്ഠനായി തീർന്നുമെന്നും ഭാരതം നമുക്ക് കഥ പറഞ്ഞു തരുമ്പോൾ സൃഷ്ടിയുടെ സ്വഭാവം നിശ്ചയിക്കാൻ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നാളെ രാവിലെ കാണാം. അത് മനോഹരമായിട്ടുള്ളൊരു ഭാഗമാണ്. വാസ്തവത്തിൽ ആധുനിക ബയോളജി ഇതൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്. നമ്മുടെയൊക്കെ ലോകത്തില് ക്രൂരന്മാരും ദുഷ്ടന്മാരും നീചന്മാരൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കുറേ കാരണം അമ്മമാരും ഒക്കെ തന്നെയാണെന്ന് പറയാണ്. അവരുടെ മനസ്സിലുള്ള ദുർബല വികാരങ്ങളിലൂടെ ഒരു കുട്ടിയുണ്ടാവുമ്പോൾ ആ കുട്ടിക്കും അങ്ങനെയൊക്കെയുള്ള വികാരങ്ങൾ തോന്നിയേ പറ്റുള്ളൂ എന്ന് പറയാണ്. ഉത്കൃഷ്ട വികാര വിചാരങ്ങളുണ്ടെങ്കിൽ അതിലുണ്ടാവുന്ന കുട്ടികൾക്കും അങ്ങനെയൊക്കെയുള്ള വികാര വിചാരങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ എന്ന് പറയാണ്. ഏതായാലും മൂന്നാമത്തത്, സൃഷ്ടിയെ സ്വാധീനിച്ചിരിക്കുന്ന ശക്തി എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, കാലമാണ് സ്വാധീനിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ എന്ത് ഉണ്ടായിട്ടുണ്ടോ അതെത്ര കാലം നിലനിൽക്കണം, എങ്ങനെ പോകണമെന്നത് കാലത്തിന്റെ നിശ്ചയമാണ്. ആർക്കും അതിൽ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല എന്ന് പറയാണ്. അപ്പൊ ഞാനും നിങ്ങളും ജനിച്ചപ്പോഴേ ഉറപ്പിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് പോകണം എന്നുള്ളത്. എക്സ്പയറി ഡേറ്റ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി മാറ്റാൻ പറ്റില്ല. അത് ഓൾറെഡി പ്രിന്റഡ് ആണ്. അതെങ്ങനെ എക്സ്പയർ ആവണം അതും പ്രിന്റഡ് ആണ്. അതവിടെ തലയിലെഴുത്ത് നമ്മൾ പറയാറില്ലേ, വിധി എന്ന് പറയുന്നത് ആർക്കും അത് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മളിനി ഇവിടുന്ന് സിംഗപ്പൂരിൽ പോയാലും മരിക്കാൻ യോഗം കേരളത്തിലാണെങ്കിൽ ആ നിമിഷം ഇവിടെ എത്തിച്ചേരും നമ്മൾ. അത് നമ്മുടെ നിയന്ത്രണത്തിലുള്ളൊരു കാര്യമല്ല എന്ന് പറയാണ്. അതെങ്ങനെ എവിടെ വെച്ച് സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല. മലേഷ്യയിൽ ഒരു മലയാളി ഉണ്ട്, രമൻ നായർ എന്ന് പറഞ്ഞിട്ട്, വലിയ ബിസിനസ്സുകാരനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം കുറെ കാലമായിട്ട് അവിടെ സെറ്റിൽ ചെയ്തു. അദ്ദേഹം 70 വയസ്സായി അദ്ദേഹത്തിന്. കുറെ ബിസിനസ് ശാഖകൾ, മക്കളൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് അങ്ങനെ ജീവിതം നയിക്കുന്ന വ്യക്തി. ഏറെക്കുറെ ഈ തൃശ്ശൂരിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. കുറെ കാലമായിട്ട് അവിടെ സെറ്റിൽ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും തോന്നി തീർത്ഥാടനമൊക്കെ ചെയ്യണമെന്ന്. അങ്ങനെ തീർത്ഥാടനത്തിന് വേണ്ടി ഇന്ത്യയിൽ വരികയാണ്. ഇവിടെ വെച്ചിട്ട് ആള് ക്ലോസ് ആവുകയും ചെയ്തു.
അപ്പൊ നമുക്ക് ഏറെക്കുറെ മരിക്കാനായിട്ട് അവിടുന്ന് വന്നതുപോലെ, ഇത്രയും കാലം ഇന്ത്യയിലേക്ക് വരാത്തൊരു വ്യക്തി മരിക്കാൻ വന്നതുപോലെ ഈ എറണാകുളത്തുള്ളൊരു ഫാമിലി നിക്കോബാർ ദ്വീപിൽ വെച്ചിട്ട് ഈ ഇതിൽ മരിക്കേണ്ടായി, നമ്മുടെ സുനാമിയിൽ വെച്ച് മരിക്കേണ്ടായി. ഒരു ക്രിസ്ത്യൻ ഫാമിലി. അത് മകന്റെ ആഘോഷിക്കാൻ പോയത്, ക്രിസ്തുമസ് ആഘോഷിക്കാൻ പോയതാണ്. എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന മകന്റെ കൂടെ എല്ലാവരും വാഷ് ഔട്ട് ചെയ്തു പോയി എന്ന് പറയാണ്. അപ്പൊ നോക്കൂ, ഇതൊരു നിയോഗം പോലെ അദ്ദേഹം അവിടെ ചെല്ലണോ, അവിടെ വെച്ചിട്ട് അതിൽ വെച്ച് മരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കാലത്തിന്റെ നിശ്ചയത്തെ തട്ടിമാറ്റാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് പറയാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിച്ചാൽ സൃഷ്ടിയുടെ രഹസ്യം നമുക്ക് പിടികിട്ടും. അപ്പൊ പറയാണ്, അതെന്തിനാണ് ഈ സൃഷ്ടിയുടെ രഹസ്യം പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഈ സൃഷ്ടിയിൽ കാലത്തിന്റെ നിയന്ത്രണത്തിലാണ് നമ്മളൊക്കെ വന്നിരിക്കുന്നതെങ്കിൽ, ഇതൊക്കെ മനസ്സാണ് നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ, നമ്മൾ ജീവിക്കേണ്ടതും മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം എന്ന് പറയാണ്. അതായത് നമുക്കിവിടെ 2 രീതിയിൽ ജീവിക്കാൻ സാധിക്കും. ഒന്ന്, നിസ്വാർത്ഥരായിട്ട് ജീവിക്കാൻ സാധിക്കും. 2, സ്വാർത്ഥരായിട്ട് ജീവിക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നമുക്ക് നമ്മുടെ മാത്രം, നമ്മളായിട്ട് ബന്ധപ്പെട്ടവരുടെ മാത്രം കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ജീവിക്കാം. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നന്മയിലേക്ക് നിറയുന്ന മനസ്സ് അവസാനം നന്മയിലേക്ക് തന്നെ പോകുമെന്ന് പറയാണ്. സ്വാർത്ഥതയിലേക്ക് നീങ്ങുന്ന മനസ്സ് വീണ്ടും വീണ്ടും സ്വാർത്ഥതയുടെ ശരീരങ്ങൾ എടുത്തുകൊണ്ടുവരണമെന്ന് പറയാണ്. സ്വാർത്ഥത നിറഞ്ഞ ശരീരങ്ങളെയാണ് ഭാഗവതം ആസുരിക ജീവിതം എന്ന് പറയുന്നത്. സ്വാർത്ഥത കുറഞ്ഞ ജീവിതത്തെയാണ് ഭാഗവതം ദൈവീക ജീവിതം എന്ന് പറയുന്നത്. ഇപ്പൊ ദേവന്മാരെന്നൊക്കെ പറയുന്നത് തലയിൽ സ്വർണ്ണക്കിരീടവും അതുപോലെ ക്ലീൻ ഷേവും ചെയ്ത് വെളുത്ത തോലുള്ള കുറെ പട്ടുവസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന ആളുകളല്ല എന്ന് പറയുകയാണ്. ഭാഗവതത്തിന്റെ ദൃഷ്ടിയിൽ ദേവനെന്ന് പറഞ്ഞാൽ ശുദ്ധ മനസ്സുള്ളവൻ, നല്ല മനസ്സുള്ളവൻ അർത്ഥം. അപ്പൊ നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട് ഈ സ്വാർത്ഥത, നമ്മളിൽ ഓരോരുത്തരിലും നിസ്വാർത്ഥതയുണ്ട്. ആരുമില്ല അതിൽ നിന്ന് മുക്തരായിട്ടുള്ളവർ എന്ന് പറയാണ്. അപ്പോൾ ഏതിനെയാണ് നമ്മൾ പോഷിപ്പിക്കേണ്ടത്? അതിൽ നിസ്വാർത്ഥതയെ നമുക്ക് പോഷിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈശ്വരഭക്തി എന്ന ആ ഒരു ശക്തിയെ നമുക്ക് ഉണർത്തേണ്ടതുണ്ട്. ഭക്തിയിലൂടെ മാത്രമേ നിസ്വാർത്ഥത വളർത്തിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നത് കണ്ടുകൊണ്ടാണ് ഭഗവാൻ ആദ്യം തന്നെ വരാഹ അവതാര രൂപമെടുത്ത് ഈ ഭൂമിയെ അനുഗ്രഹിക്കാൻ വരുന്നത്. ഭാഗവതത്തിലെ ഒരു മനോഹരമായ ഭാഗമാണ് വരാഹാവതാര ഭാഗം. ഈ കഥ പറയുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ഭഗവാൻ കൽപ്പിച്ച പ്രകാരം ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചു എന്നാണ്. അങ്ങനെ സൃഷ്ടിയൊക്കെ ആരംഭിച്ച് ആദ്യം തന്നെ സനൽകുമാരാദി മഹർഷിമാരെയൊക്കെ സൃഷ്ടിച്ചു. ആദ്യം തന്നെ അതിനു മുമ്പ് കഥ പറയുന്നത് രുദ്രഭഗവാനോട് സൃഷ്ടി ചെയ്യാൻ പറഞ്ഞു എന്നാണ്. രുദ്രഭഗവാൻ ചെയ്ത സൃഷ്ടിയൊക്കെ ആണെങ്കിലോ ഏറെക്കുറെ രുദ്രഭഗവാന്റെ സ്വഭാവമുള്ള ഭീകരന്മാരൊക്കെ പുറത്തു വന്നത്. ഈ രൂപങ്ങളെ കണ്ടപ്പോൾ ഉടനെ തന്നെ ബ്രഹ്മാവ് പറഞ്ഞു, അയ്യോ രുദ്രഭഗവാനെ നിർത്തിക്കോളൂ, നിങ്ങളുടെ സൃഷ്ടി ഇതൊന്നും വേണ്ടത്, അവർക്ക് അപകടം പിടിച്ചതാണെന്ന്. എന്നിട്ട് ആ കർത്തവ്യം ബ്രഹ്മാവ് നേരിട്ട് ഏറ്റെടുത്തു. ബ്രഹ്മാവ് തന്റെ സങ്കല്പത്തിൽ നിന്നും ആദ്യം നാരദർക്ക് ജന്മം നൽകി. നാരദരോട് പറഞ്ഞു, പുത്ര നീ കല്യാണം കഴിക്കും, പ്രജകളെയൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കുമെന്ന്. ഉടനെ നാരദർ പറഞ്ഞു, ഇത് അച്ഛൻ തന്നെ ചെയ്താൽ മതി, ഞാനതിലൊന്നും തൽപരനല്ല, ഞാൻ തപസ് ചെയ്യാൻ പോകണമെന്ന്. അയാൾ തപസ് ചെയ്യാൻ വേണ്ടി പോയി. പിന്നീട് സനൽകുമാരാദി ഋഷി, തെറ്റി ഞാൻ പറഞ്ഞത്, സനൽകുമാരാദി ഋഷീശ്വരന്മാരെ സൃഷ്ടിച്ചു. അവരാരും പുത്രോത്പാദനത്തിന്, കല്യാണം കഴിക്കാനോ പുത്രോത്പാദനത്തിനോ തയ്യാറായില്ല, പ്രജാവർദ്ധനയ്ക്കോ തയ്യാറായില്ല. അതിനുശേഷം പിന്നീട് നാരദര് വരുന്നു, അദ്ദേഹവും തയ്യാറായില്ല. പിന്നെ സപ്തർഷികളെ സൃഷ്ടിച്ചു എന്നാണ്, അവരും തയ്യാറായി വന്നില്ല. അപ്പോൾ ബ്രഹ്മാവിന് തോന്നി, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇവരെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കിയിട്ട് സൃഷ്ടിക്കണമെന്ന്. ഇങ്ങനെ എല്ലാ പെർഫെക്ഷനിലും വരെ സൃഷ്ടിക്കലോടാണല്ലോ ഈ കുഴപ്പമൊന്നുമില്ല, കുഴപ്പത്തിലേക്കൊന്നും അവർ വരാത്തത്. മനുഷ്യ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വെച്ചിട്ട് വേണം, ഒരു ICU എടുത്ത് മാറ്റിയിട്ട് വേണം ഇവരങ്ങോട്ട് വിടാൻ. അങ്ങനെ നമ്മളെ ഓരോരുത്തരും സൃഷ്ടിച്ചു എന്നാണ്. എന്താ സൃഷ്ടിയുടെ പ്രത്യേകത? അദ്ദേഹം ബ്രഹ്മാവ് വിചാരിച്ചു, ഒരു കുറവ് നമ്മളിലുണ്ടാവണം, എന്തെങ്കിലും ഒരു അഭാവം നമ്മളിലുണ്ടാവണം. അങ്ങനെ സൃഷ്ടിച്ച ആദ്യത്തെ പുരുഷ പ്രജകളാണ് സ്വായംഭൂവമനുവും ശതരൂപാദേവിയും. ഇവർ രണ്ടുപേരും പ്രകടമായപ്പോൾ ശതരൂപാദേവിയെ നോക്കിയപ്പോൾ സ്വായംഭൂവമനുവിന് തോന്നി, ഇവളെ എന്റെ കൂടെ ചേർത്തിയാൽ എന്റെ ജീവിതത്തിൽ സുഖം കിട്ടുന്നു. അപ്പൊ സ്വതവേ എനിക്ക് സുഖമില്ല എന്നൊരു ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടാവുക.
തന്നിൽ തന്നെ സുഖമുണ്ടോ എന്ന ചിന്ത ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാവുമായിരുന്നില്ല. ഇവളെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇവൾ എന്റെ കൂടെ ചേർന്നു കഴിഞ്ഞാൽ എന്റെ ജീവിതം പരമസുഖമായിത്തീരുന്നു. ശതരൂപാദേവിക്ക് തോന്നുമായിരുന്നു അത്രേ, ഈ സ്വയംഭൂവ മനു എന്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഞാനെന്നും സുരക്ഷിതയായിട്ടിരിക്കുന്നു. അങ്ങനെ സൃഷ്ടിയിൽ ഇങ്ങനെയൊരു കുഴപ്പമുണ്ടാക്കി വെച്ച ബ്രഹ്മാവ് ഓരോ ആൺ ശരീരത്തിലും വേണ്ടത്ര സുഖമില്ലെന്നും സുഖം പുറത്താണെന്നുമുള്ള ഒരു ചിന്ത അതിൽ സൃഷ്ടിയിൽ തന്നെ ഉണ്ടാക്കി വെച്ചു. ഓരോ സ്ത്രീയുടെ മനസ്സിലും താൻ സുരക്ഷിതയല്ലെന്ന തോന്നല് അങ്ങോട്ട് ഉറപ്പിച്ചു വെച്ചു. അതുകൊണ്ടാണ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് കൂടെ ഉണ്ടാവണം, ഇനി ഭർത്താവിന് പ്രായം കൂടും തോറും തനിക്കൊരു പുത്രൻ വേണം, എങ്കിലൊരു ജീവിതം സുരക്ഷിതമായി തീരുമെന്ന ചിന്ത നമ്മളെ വല്ലാതെ വേട്ടയാടുന്നത്. വാസ്തവത്തിൽ ഭർത്താവിന് വേണ്ടിയിട്ടോ കുട്ടിക്ക് വേണ്ടിയിട്ടോ അല്ല നമ്മൾ ജീവിക്കുന്നത്, സ്വന്തം ജീവിതത്തെ സുരക്ഷിതമാക്കാനാണെന്ന് നമ്മളാരും തിരിച്ചറിയുന്നില്ല. ഇതുപോലെ ഭാര്യയെ കൊണ്ടു നടക്കുന്നത് സുഖത്തിന് വേണ്ടിയിട്ടാണെന്നൊരു ഭർത്താവ് തിരിച്ചറിയുന്നില്ല. പ്രിയാണ്, അത് മാനസികമായിട്ടുള്ള ചില ചിന്തകളാണെന്നുള്ള പരമാർത്ഥം നമ്മളാരും തിരിച്ചറിയുന്നില്ല. ഈ വൈകല്യങ്ങളോടുകൂടിയിട്ട് ആദ്യത്തെ സൃഷ്ടി വന്നു. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ആകർഷണത്വം തോന്നി. ശതരൂപാദേവിക്ക് സ്വയംഭൂമനോടും സ്വയംഭൂമനുവിന് ശതരൂപാദേവിയോടും. അവർ രണ്ടുപേരും വിവാഹം കഴിക്കാൻ തയ്യാറായി. വിവാഹമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും താമസിക്കാൻ നോക്കുന്ന സമയത്ത് വീട് കാണുന്നില്ല. ഉടനെ തന്നെ അച്ഛനായ ബ്രഹ്മാവിനോട് ചോദിച്ചു, അല്ല അച്ഛാ, ഞങ്ങൾ എവിടെയാ താമസിക്കുകയാണ്? ഉടനെ ബ്രഹ്മാവ് പറഞ്ഞു, ഭൂമിയിൽ പോയി താമസിക്കണമെന്ന്. അല്ല അച്ഛാ, എവിടെ ഈ ഭൂമിന്ന്? ഇവരെവിടെയാ സൃഷ്ടിച്ചതെന്നൊന്നും ചോദിക്കരുത്, അന്ന് ഭൂമിയെ കണ്ടില്ല എന്നാണ് പറയുന്നത്. ഭൂമിയെ കാണാനില്ല നോക്കിയപ്പോ. ഉടനെ ഇവർ പറഞ്ഞു, അച്ഛാ ഭൂമി കാണുന്നില്ലല്ലോ എന്ന്. ആ സമയത്ത് ഭൂമിയെ നോക്കുമ്പോൾ കാണുന്നില്ല. ബ്രഹ്മാവിന് വലിയ സങ്കടം. ഇതാ ഇവർ കല്യാണം കഴിക്കാൻ തയ്യാറായിരിക്കുന്നു, പ്രജാവർദ്ധനയ്ക്ക് തയ്യാറായിരിക്കുന്നു, അപ്പൊ നോക്കുമ്പോൾ ഭൂമി കാണുന്നില്ല. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ കുട്ടികൾ ചോദിക്കുക, ഞങ്ങൾ ഏത് വീട്ടിലാണ് താമസിക്കുക എന്നാണല്ലോ ഇന്നത്തെ കാലത്തെ ചോദ്യം. അവർക്ക് സെപ്പറേറ്റ് വീടെടുത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നമാണെന്ന്. ഏതായാലും ഇങ്ങനെ ചോദിച്ചതും ആ ബ്രഹ്മാവ് ധ്യാനനിരതനായി എന്ന് പറയാണ്. എവിടെയാണ് ഭൂമിയെ കൊണ്ടുവച്ചത്, ആരാണ് കൊണ്ടുവച്ചതെന്ന്. അദ്ദേഹത്തിന് ധ്യാനത്തിലൂടെ ബോധ്യം വന്നു, അസുരന്മാരാണ് ഭൂമിയെ കൊണ്ടുവച്ചിരിക്കുന്നതെന്ന്. ആ സമയത്ത് ധ്യാനനിരതനായ ബ്രഹ്മാവ് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയാണ്, ഭഗവാനെ, ഇവരിതാ പ്രജാവർദ്ധനയ്ക്ക് തയ്യാറായിട്ട് നിൽക്കുന്നു, പക്ഷെ ഭൂമിയെ കാണുന്നില്ല. അവിടുന്ന് അവതരിച്ചുകൊണ്ട് ഈ ഭൂമി ഉയർത്തണം ഭഗവാനെ എന്ന പ്രാർത്ഥനാനിരതനായ ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നും പെരുവിരലിന്റെ രൂപത്തിൽ ഒരു സാധനം പുറത്തേക്ക് ചാടിയെന്നാണ്. ആ ബ്രഹ്മാവ് നോക്കി നിൽക്കെ ആ രൂപമത അത്ഭുതകരമായി വളർന്ന് വികസിക്കാൻ തുടങ്ങി. എന്നിട്ട് ഉച്ചത്തിൽ അങ്ങോട്ട് ആക്രോശിച്ചപ്പോ ഒരു പന്നിയുടെ ശബ്ദം അതിൽ നിന്ന് പുറത്തു വന്നപ്പോ അപ്പോഴേക്കും അവിടെ സനൽകുമാരാദി ഋഷീശ്വരന്മാരും അതുപോലെ തന്നെ സപ്തർഷികളായ ഭൃഗു തുടങ്ങിയിട്ടുള്ള അത്രി തുടങ്ങിയിട്ടുള്ള മഹർഷിമാരും നാരദ മഹർഷിയൊക്കെ എത്തിച്ചേർന്നു. അവർക്ക് മനസ്സിലായി ഈ രൂപം ഭഗവാന്റെ അവതാര രൂപം തന്നെയാണ്, ഭഗവാൻ വരാഹമായിട്ട് അവതരിച്ചിരിക്കുകയാണെന്ന്. അങ്ങനെ ഭഗവാൻ യജ്ഞവരാഹമെടുത്ത് ഈ ഭൂമിയെ അനുഗ്രഹിക്കാനായിട്ട് അവിടെ പ്രകടമായി. അപ്പോഴേക്കും എല്ലാവരും ചേർന്ന് ഭഗവാനെ അങ്ങോട്ട് സ്തുതിച്ചു. ആ സ്തുതിയിൽ അത്യന്തം പ്രീതനായി അവർ ഭഗവാനെ നോക്കിയിട്ട് പറഞ്ഞു, ഭഗവാനെ, അവിടുന്ന് യജ്ഞസ്വരൂപനാണ്, യജ്ഞവരാഹമാണ്. അവിടുന്ന് എല്ലാവരിൽ നിന്നും എല്ലാം സ്വീകരിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടതിനെ നൽകാനായിട്ട് ഈ ഭൂമിയെ അനുഗ്രഹിക്കാനായിട്ട് അവതരിച്ചു വന്നവനാണെന്ന് പറഞ്ഞ് ഭഗവാനെ ഒരു യജ്ഞരൂപമായി കണ്ടുകൊണ്ട് ഗുരുവായി കണ്ടുകൊണ്ട് അവർ വണങ്ങി നമസ്കരിച്ചപ്പോൾ ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും നേരെ ഭൂമിയെ ഉയർത്താനായിട്ട് കാരണജലത്തിലേക്ക് ചാടിയെന്നാണ്. സഹസ്രയോജനകളോളം വലിപ്പമുള്ള ഭഗവാന്റെ ആ ഭീഭത്സമായ രൂപവുമായിട്ട് ഭഗവാൻ ചാടി നേരെ ഭൂമിയെ ഉയർത്താനായിട്ട് ആശ്രിയ ലോകങ്ങളിലേക്ക് ചെന്ന് തന്റെ കൊമ്പിലേക്ക് വെച്ച് കൊണ്ടുവരുന്ന സമയത്ത് അതാ അവിടെ വെച്ച് മറ്റൊരു സംഭവം നടക്കുന്നു. ദിതി എന്ന് പറയുന്ന സ്ത്രീ ഭർത്താവിൽ നിന്നും സ്വീകരിച്ച സന്ധ്യാസമയത്ത് സ്വീകരിച്ച ബീജം അത് 2 അസുരപുത്രന്മാരായി തീർന്നുവെന്നും ആ അസുരപുത്രന്മാരെ 100 വർഷം അമ്മ ഗർഭത്തിൽ കൊണ്ടു നടന്നു. കാരണം പ്രസവിച്ച കുഴപ്പമാണെന്ന് അമ്മയ്ക്ക് അറിയായിരുന്നു. അന്നത്തെ കാലത്ത് അതൊക്കെ സംഭവിക്കും. ഇന്നത്തെ കാലത്ത് അഞ്ച് കീറി മുറിച്ച് പുറത്തെടുക്കും. അന്നങ്ങനെ 100 കൊല്ലമൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുമായിരുന്നിരിക്കാം. ഏതായാലും രണ്ടുപേരും പുറത്തു വന്നപ്പോ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന അസുരൻ
കൈമുഷ്ടിയൊക്കെ ചുരുട്ടിക്കൊണ്ട് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ കൈ വല്ലാതെ ചൊറിയണോ, ആരെയാ ഞാൻ ഇടിക്കേണ്ടതെന്ന്, എനിക്ക് വല്ലവരെയൊക്കെ ഇടിക്കണമെന്ന്. ഉടനെ അമ്മ പറഞ്ഞു, എന്നെ അച്ഛനെ ഒഴിച്ചിട്ട് ബാക്കി ആരെ വേണമെങ്കിലും ഇടിച്ചോളൂ എന്ന്, ഞങ്ങൾ നിന്റെ രക്ഷിതാക്കളല്ലേ, ഞങ്ങൾ ഒഴിവാക്കിക്കോളൂ എന്ന്. ഇവൻ ആ കൈമുഷ്ടിയും കൊണ്ട് നേരെ പോകുന്നത് വരുണലോകത്തിലേക്കാണ്. വരുണൻ കണ്ടതും പേടിച്ചോടാൻ തുടങ്ങി. വരുണനോട് നിന്നെ ഇടിക്കില്ലേ, നീ പറഞ്ഞാൽ മതി എനിക്ക് പറ്റിയ ആളാരാണെന്ന്. അവസാനം വരുണൻ പറഞ്ഞു, നിനക്ക് പറ്റിയത് സാക്ഷാൽ ഹരി തന്നെയെന്ന്. എവിടെയാണ് ആ ഹരിയെ കാണാൻ? ഇപ്പൊ പറഞ്ഞതാന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഹരിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരേ ഒരു വ്യക്തി നാരദ മഹർഷിയാണ്, അല്ലാതെ വേറെ ആരും ഇല്ലയെന്ന്. എന്നാ എവിടെ നാരദരെന്ന് ചോദിച്ചു. ആ സമയത്ത് നാരദർ ആ വഴിക്ക് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. നാരദരെ കണ്ടത് ഓടി. നാരദർ ഓടാൻ തുടങ്ങി. ഓടണ്ട ഓടണ്ട ഓടണ്ട, ഞാൻ നിങ്ങളൊന്നും ചെയ്യില്ല, എനിക്ക് ഹരി എവിടെയാന്ന് പറഞ്ഞെന്നാ മതി. ഓ, ഹരിയെ അന്വേഷിച്ചിട്ടാണോ നീ നടക്കുന്നത്? അതിനിത്രയൊന്നും ബുദ്ധിമുട്ടുണ്ട്. നേരെ മുകളിലേക്ക് നോക്കിക്കോളൂ. നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? ഭീഭത്സമായൊരു രൂപവുമെടുത്തിട്ട് ഭഗവാൻ തന്റെ കൊമ്പിൽ ഈ വലിയ ഭീമാകാരനായ ഭൂമി ഉയർത്തിങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരികയാണ്. അത് കണ്ടതും ആ അസുരൻ ഉറക്കം വിളിച്ചവരെയാണ്, പന്നി അവിടെ നിൽക്കുമെന്ന്. ഞാൻ വിചാരിച്ചു ഹരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശംഖചക്ര കഥാധാരിയൊക്കെ ഇരിക്കുന്നത്. ഈ പന്നിയുടെ രൂപത്തിലാണ് ഹരി വരിക എന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. എടുക്കുമ്പോൾ മരിയയ്ക്ക് നല്ല രൂപമൊക്കെ എടുത്തുകൂടായിരുന്നില്ലേ എന്ന് പറഞ്ഞ് ഭഗവാനെ കളിയാക്കാൻ തുടങ്ങി. ഭഗവാൻ പറഞ്ഞു, എടാ നിന്നെപ്പോലുള്ള കാട്ടുമൃഗങ്ങളെ കൊല്ലാൻ വന്ന പന്നിയടാ, ഞാൻ കൊണ്ടുവച്ചിട്ട് നിനക്ക് മറുപടി പറഞ്ഞുതരാന്ന് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തന്റെ കൊമ്പുകളിൽ ആ ഭൂമിയെ എടുത്തുകൊണ്ടുപോകും. ഭൂമിദേവി അപ്പോഴേക്കും കരയാൻ തുടങ്ങി. ഭൂമിദേവിയോട് ഒന്ന് കരയണ്ട, ഞാൻ കൊണ്ടുവയ്ക്കാന്ന്. അങ്ങനെ സ്ഥാനത്ത് കൊണ്ടുവച്ച് അവിടെ വെച്ച് ഹിരണ്യാക്ഷനുമായി ഘോര യുദ്ധം ചെയ്തു എന്നാണ്. ആദ്യം ഗത കൊണ്ടൊക്കെ യുദ്ധം ചെയ്തു. ആ ഹിരണ്യാക്ഷൻ തന്റെ ശക്തമായ പ്രഹരം കൊണ്ട് ഭഗവാന്റെ ഗത തട്ടിയെടുത്തു, തട്ടിത്തെറിപ്പിച്ചു. ഭഗവാൻ തോറ്റതുപോലൊക്കെ അഭിനയിച്ചു. ആ സമയത്ത് അവൻ പറയാണ്, ഹിരണ്യാക്ഷൻ പറയാണ്, നിനക്ക് ഗത ഇല്ലെങ്കിൽ എനിക്കും ഗത വേണ്ടാന്ന്. നീ അങ്ങനെ ഞാൻ നിന്റെ മുന്നിൽ മോശക്കാരനാവാൻ പാടില്ലല്ലോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലയുദ്ധം ചെയ്ത് കുറെ കഴിഞ്ഞപ്പോൾ സന്ധ്യയാവാൻ തുടങ്ങി. സന്ധ്യ കഴിഞ്ഞ അസുരന്മാർക്ക് ശക്തിയാവും. ഏറെക്കുറെ ഈ സമയം തന്നെയാണ് തോന്നുന്നു, 6 മണിക്ക് 10 മിനിറ്റ് ഉള്ളപ്പോൾ അവർ ദേവന്മാരെ ഭഗവാനോട് പറഞ്ഞു, അല്ലാതെ കാത്തിരിക്കേണ്ട, ഇനി സന്ധ്യയായാൽ അവർ ശക്തി കൂടും. അതുകൊണ്ട് എത്രയും വേഗം ആ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഭഗവാനെ അവനെ ശരിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് ശക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലയുദ്ധം ചെയ്ത് ഭഗവാന്റെ ആഞ്ഞൂങ്ങിയ പ്രഹരത്തിൽ കുറെ കഴിഞ്ഞപ്പോൾ അവൻ അങ്ങനെ തോൽക്കാൻ തുടങ്ങി. പിന്നെ ഭഗവാൻ ശക്തമായൊരു പ്രഹരം ചെയ്തതോടുകൂടിയിട്ട് അവൻ മലർന്നടിച്ച് വീണു എന്നാണ്. അങ്ങനെ ഭഗവാൻ വരാഹരൂപമെടുത്ത് ഭൂമിയെ ഉയർത്തുകയും ഹിരണ്യാക്ഷനെ വധിക്കുകയും ചെയ്ത് അനുഗ്രഹിച്ചുകൊണ്ട് ഇവിടെ നിന്നും പോയി എന്നതാണ് വരാഹ അവതാര കഥ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വരാഹത്തെ വിളിക്കുന്ന പേര് യജ്ഞവരാഹം എന്നാണ്. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനുള്ള ജീവിത രീതിയാണ് യജ്ഞം എന്ന് പറയുക. എന്താണ് യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നന്മയുള്ളൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് ഏത് നന്മയുള്ള കാര്യങ്ങളോടും സഹകരിച്ച് അതിനോട് പ്രവർത്തിച്ച് നല്ലതിനു വേണ്ടി പങ്കിട്ട് മുന്നോട്ട് പോകുന്നൊരു ജീവിതം. നമ്മുടെ പൂർവികന്മാർക്ക് 2 സംസ്കാരമുണ്ടായിരുന്നു. ഒന്ന്, നല്ലതിനോടൊക്കെ സഹകരിക്കുക. 2, കയ്യിലുള്ളതൊക്കെ ദാനം ചെയ്യുക. അന്നത്തെ ജീവിതം അങ്ങനെയായിരുന്നു പ്രിയാണ്. ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വഴിയോരങ്ങളിൽ ദാഹവെള്ളം വെച്ചുകൊണ്ട്, മോര് വെച്ചുകൊണ്ട്, ഫലങ്ങൾ വെച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ഒരു സംസ്കാരം ഈ ഭാരതത്തിൽ നിലനിന്നിരുന്നു. ആര് വീട്ടിൽ വന്നാലും അതിഥിയെ പൂജിച്ചുകൊണ്ട്, അതിഥിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ ഭാരതത്തിൽ നിലനിന്നിരുന്നു. മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നത് ഏറ്റവും മഹത്വമാർന്ന സംസ്കാരമായി കണ്ടൊരു സംസ്കാരമാണ് ഭാരതത്തിന്റെ സംസ്കാരം. അതുകൊണ്ട് ഇവിടെ പറയും വിദ്യാദാനം, ദാനമായിട്ടാണ് വിദ്യയെ പറയാറ്. വിദ്യാ സെയിൽസ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടില്ല. അതിനെ സെയിൽസാക്കി മാറ്റിയത് പാശ്ചാത്യരാണ്. അന്നദാനം, ആ പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നോക്കൂ നിങ്ങൾ. വസ്ത്രദാനം, എല്ലാം ദാനങ്ങളാണ്. ഒന്നും സെയിൽസ് ആയിരുന്നില്ല അവിടെ എന്ന് പറയുന്നത്. നമ്മുടെ സംസ്കാരം മുഴുവൻ ദാനത്തിലൂന്നിയതായിരുന്നു. ഇവിടെ ഇല്ലാത്തത് ഇവിടെ ഉള്ളത് മറ്റൊരാൾക്ക് ദാനം ചെയ്യുക, അവിടെയുള്ളത് ഇങ്ങോട്ട് ദാനം ചെയ്യുക. അങ്ങനെ എല്ലാവരും കൂടി കൈവശമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ദാനം ചെയ്ത് ശ്രേയസ്സിലേക്ക് ഉയരുന്നൊരു സംസ്കാരം ഭാരതത്തിലുണ്ടായിരുന്നു പറയാണ്. പിന്നീടാണ് പാശ്ചാത്യ ബ്രിട്ടീഷ് സംസ്കാരത്തിനൊക്കെ ശേഷമായിരിക്കാം ഇവിടെ ഈ സെയിൽസ് എന്നുള്ള കൺസ്യൂമർ റിലേഷൻ കൊണ്ടുവന്നത്. നിങ്ങൾ പണം തരൂ, ഞങ്ങൾ നിങ്ങൾക്ക് സാധനം തരാമെന്നുള്ളത്. ഈ നോട്ടിലേക്കൊക്കെ സംസ്കാരം അധപ്പതിച്ചു പോയത് പ്രിയാണ്.
ഭാരതത്തിന്റെ സംസ്കാരം പോലെ ഉന്നതരമായ സംസ്കാരം ലോക ചരിത്രത്തിലെവിടെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ദാനത്തിലും അതുപോലെ തന്നെ സഹകരണത്തിലും ഊന്നിയൊരു ജീവിതം. എവിടെ നല്ല കാര്യങ്ങളുണ്ടോ അതിനോട് സഹകരിക്കുമായിരുന്ന ഒരു സംസ്കാരം. അങ്ങനെ എന്തിനാണ് അങ്ങനെ സഹകരിക്കുന്നത്? സഹകരണത്തിലൂടെ മാത്രമേ ഒരു ജീവിത സിസ്റ്റത്തിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ പൂർവികന്മാർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ട്രാഫിക് നിയമം. ആ ട്രാഫിക് നിയമത്തോട് എല്ലാവരും സഹകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല, എത്തേണ്ട അടുത്ത് എല്ലാവർക്കും എത്താം. എന്നാൽ ഏതെങ്കിലും ഒരാൾക്ക് അല്പസ്വാർത്ഥത വന്നാൽ, അയാൾ ആ സിസ്റ്റത്തെ തെറ്റിച്ചു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഭാരമായി തീരും. ഇതുപോലൊരു കുടുംബജീവിതം, ഒരു കൂട്ടുകുടുംബ ജീവിതം നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു. എല്ലാവരും സഹകരിച്ചുകൊണ്ട്, മുതിർന്ന ഒരാൾ പറയുന്നത് അനുസരിച്ചുകൊണ്ട്, തങ്ങളുടെ കയ്യിലുള്ളതൊക്കെ പങ്കിട്ടെടുത്തുകൊണ്ട് ജീവിച്ചതുകൊണ്ട് ചെറിയ വീടുകളിൽ കൂടുതൽ അംഗങ്ങൾക്ക് നിലനിൽക്കാൻ ഈ കേരള മണ്ണിൽ സാധിക്കുമായിരുന്നു. ഇല്ലേ? സാധിച്ചൊരു സംസ്കാരം ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഇല്ല എന്നാർക്കും നിഷേധിക്കാൻ പറ്റില്ല. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതം മുഴുവൻ സ്വാർത്ഥതയിലൂന്നി വന്നതുകൊണ്ട് വീടുകൾ വലുതാണ്, പക്ഷേ താമസിക്കാൻ ആളുകൾക്ക് പറ്റുന്നില്ല. അവരെയാണ് മനസ്സുകൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ല. സ്വാർത്ഥത കൂടുന്തോറും അകൽച്ചകൾ കൂടും. സ്വാർത്ഥത കൂടുന്തോറും അടുപ്പം കൂടും. സ്വാർത്ഥതയാണ് മനുഷ്യ മനസ്സിനെ പരസ്പരം അകറ്റുന്നതെന്ന് തിരിച്ചറിഞ്ഞ പൂർവികന്മാരാണ് നമ്മുടെ പൂർവികന്മാർ. അതുകൊണ്ട് ആ മനസ്സിനെ, മൃഗീയ മനസ്സിനെ നശിപ്പിക്കണം. അതിനുള്ള മാർഗം എന്താണ്? ഭക്തിയിലൂന്നിയൊരു ജീവിതം, ഈശ്വരീയമായ സംസ്കാരത്തിലൂന്നിയൊരു ജീവിതം. നിങ്ങൾ 4 ദിവസം ഇവിടെ സപ്താഹത്തിന് ഇരുന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഇരുന്ന സീറ്റിൽ ആരെങ്കിലും കയറി ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അക്ഷരം നിങ്ങൾക്ക് പറയുന്നത് കേൾക്കാൻ പറ്റില്ല. ആ സ്വാർത്ഥതയുണ്ടല്ലോ, അതിന്റെ സീറ്റിനോടുള്ള പിടുത്തം ഉറപ്പിക്കും. ഇവരെങ്ങനെ എന്റെ സീറ്റിൽ കയറിയിരിക്കുകയെന്ന്. ഈ സ്ഥലം ഒരു നടവഴിയാണെന്നും അത് ചെയർ വാടകയ്ക്കെടുത്താണെന്നും ഒക്കെ നമ്മൾ മറന്നുപോകുന്നവരെയാണ്. അപ്പോഴേക്കും ആ സ്വാർത്ഥത നമ്മളെ, അതിനോടുള്ള പിടുത്തം നമ്മളെ ഉറപ്പിച്ചു വെച്ചിരിക്കും. പറയുന്നത് ശരിയല്ലേ? ഇത് ചിന്തിക്കും നിങ്ങൾ. അത് നമ്മളിലൊക്കെ സ്വാർത്ഥത പ്രബലമാണെന്നവരെയാണ്. നമ്മൾ ഇരിക്കുന്ന സ്ഥലം, ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇതൊന്നും മറ്റൊരാൾ തൊടുന്നത് പോലും നമുക്ക് ഇഷ്ടമല്ല എന്നവരെയാണ്. പിന്നെ ഇങ്ങനെ ഈ ലോകം നേരെയാവാൻ പോകുന്നത് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സപ്താഹമൊക്കെ കേൾക്കുന്നതെങ്കിൽ അതിൽ നിന്നൊരു പടിയെങ്കിലും ഒരടിയെങ്കിലും നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഈ സപ്താഹം കേട്ടതുകൊണ്ടും വലിയൊരു മാറ്റമൊന്നും നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല എന്നവരെയാണ്. അപ്പോ സ്വാർത്ഥതയാണ് നമ്മുടെ ശത്രു എന്ന് തിരിച്ചറിയാനും അതിനെ നശിപ്പിക്കാനുള്ള മാർഗം നല്ലതിനൊക്കെ സഹകരിക്കുക, കഴിയുന്നത്ര നല്ലത് കൊടുത്തുകൊണ്ട്, കയ്യിലുള്ളത് പങ്കുവെച്ചുകൊണ്ട് എല്ലാവരെയും നന്മയിലേക്ക് നയിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദുർഗതി ഉണ്ടാവില്ല, അധോഗതി ഉണ്ടാവില്ല, ഉന്നതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് യജ്ഞത്തിന്റെ കഥയിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഭഗവാൻ ഗീതയിൽ പറയും, എന്താണ് യജ്ഞം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നന്മ നിറഞ്ഞവരായി തീരണമെങ്കിൽ നന്മയിലേക്ക് സഹകരിക്കണം, നന്മയിലേക്ക് വേണ്ടത് പങ്കിട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാവരും പങ്കുവച്ചും എല്ലാവരും സഹകരിച്ചും മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും നന്മയുള്ളതായി തീരുന്നവരെയാണ്. നമ്മുടെ മലയാളത്തിൽ ഒരു കവിത പറയും, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിലുമുണ്ടൊരു സൗരഭ്യെന്ന്. ആ കല്ലിലേക്ക് മുല്ലപ്പൂവിന്റെ മണമേൽക്കുമ്പോൾ ആ കല്ലിലും കുറെയൊക്കെ മുല്ലപ്പൂവിന്റെ വാസന വരുന്നത് പോലെ നല്ലതിനോട് സഹകരിക്കുമ്പോൾ ഏത് സ്വാർത്ഥത നിറഞ്ഞ മനസ്സിലും നന്മകൾ വന്ന് നിറഞ്ഞേ പറ്റുള്ളൂ പ്രിയാണ്. അങ്ങനെ ആ മനസ്സുകൾക്ക് പരിവർത്തനം വരും. അതുകൊണ്ടാണ് ദുഷ്ടനും നീചനുമായ ഒരു രത്നാകരൻ നല്ല മനസ്സുള്ള ഒരു നാരദ മഹർഷിയുമായിട്ട് സമ്പർക്കം വന്നപ്പോൾ അയാളുടെ മനസ്സിലേക്ക് ആ നന്മകൾ വന്നു പ്രിയാണ്. നിങ്ങൾക്ക് ഭാഗവതത്തിൽ 24 ഗുരുക്കന്മാരുടെ കഥ പറയുമ്പോൾ ഒരു വേശ്യയായ പിങ്കളുടെ കഥ പറയും. ആ പിങ്കളയെ എപ്പോ ദത്താത്രേയൻ എന്ന് പറയുന്ന ഋഷീശ്വരൻ കാണുന്നുവോ, ആ ദത്താത്രേയന്റെ മനസ്സുമായിട്ട് എപ്പോ കൂടിച്ചേരുന്നുവോ ആ സമയം വേശ്യ പരിവർത്തനം വന്ന് ഒരു ഉത്കൃഷ്ടയായി തീരുന്നു പ്രിയാണ്, ഒരു ഗുരുവിന് തുല്യയായി തീരുന്നു പ്രിയാണ്. അങ്ങനെയൊക്കെ കഥകൾ ഭാഗവതത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് ഇതൊക്കെ ഓർമ്മിപ്പിക്കാനാണ്. പക്ഷെ നല്ല മനസ്സുള്ള ഒരാള് തിന്മയുള്ള മനസ്സിലേക്ക് ചേർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല മനസ്സിൽ നിന്നും അയാൾ തിന്മയിലേക്ക് അധപ്പതിക്കുമെന്ന് അജാമളിന്റെ കഥയിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. എത്രയോ നല്ല സംസ്കാരമുള്ള ജന്മം എടുത്തിട്ടും ഒരു വേശ്യയുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് ഉയരുന്നതിന് പകരം അധപ്പതിച്ചു പോയൊരു കഥ അതും ഭാഗവതത്തിലുണ്ട് എന്ന് പ്രിയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് കാണിച്ചു തന്ന് നമ്മുടെ മനസ്സിനെയാണ് നമുക്ക് പരിവർത്തനം ചെയ്യേണ്ടത്. അതിനെ നശിപ്പിക്കുന്ന മനസ്സിനെ നമ്മളെ നശിപ്പിക്കുന്നതൊക്കെ നമ്മളിലിരിക്കുന്ന
സ്വാർത്ഥതയാണെന്ന് തിരിച്ചറിഞ്ഞ്, സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ സ്വ അർത്ഥം, ഞാനുമായി ബന്ധപ്പെട്ടത് എന്നർത്ഥം, അതാണെന്ന് തിരിച്ചറിഞ്ഞ് ഇത് എല്ലാവരുടേതുമാണ്, ഇത് ഈശ്വരൻ തൽക്കാലം ഉപയോഗിക്കാൻ തന്നതാണ് എന്ന ഭാവനയോടുകൂടിയൊക്കെ നമുക്ക് ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വാർത്ഥത എത്ര കണ്ട് കുറയ്ക്കാൻ സാധിക്കുമോ, എത്ര കണ്ട് നല്ല കാര്യങ്ങളോട് സഹകരിക്കാൻ സാധിക്കുമോ, എത്ര നല്ല കാര്യങ്ങളിൽ നമുക്ക് പങ്കുചേർന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുമോ, അത്ര കണ്ട് നമ്മളിലെ സ്വാർത്ഥത കുറയുമെന്നും, സ്വാർത്ഥത കുറയും തോറും നമ്മൾ ഓരോരുത്തരും ഉത്കൃഷ്ടതയിലേക്ക് ഉയരുമെന്നും, ഉത്കൃഷ്ടതയിലേക്ക് ഉയരുന്ന ഒരാൾക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവില്ലെന്നും ഭാഗവതം പറയുന്നു. സ്വാർത്ഥതയോടുകൂടിയിട്ട് ഒരു വ്യക്തി മരിച്ചുപോയാൽ വീണ്ടും മൃഗത്തിന്റെ ജന്മമെടുക്കണം എന്ന് ഭാഗവതം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ സംസ്കാരം മൃഗീയമായതുകൊണ്ട് മൃഗങ്ങളിലേക്ക് അവൻ അധപ്പതിക്കണം. അങ്ങനെ മൃഗത്തിന്റെ സംസ്കാരം എടുത്തവരാണ് ആസുരിക സംസ്കാരമുള്ളവർ. അങ്ങനെയാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഉണ്ടായതെന്ന് ഈ കഥയിലൂടെ ഓർമ്മിപ്പിക്കണം. അപ്പൊ ഇതെല്ലാം കുറച്ചുകൂടി വ്യക്തമായിട്ട് നാളെ രാവിലെ നമുക്ക് നോക്കാം. എന്താണ് സൃഷ്ടി, അതുപോലെ തന്നെ എന്താണ് യജ്ഞം, എങ്ങനെയാണ് യജ്ഞജീവിതം നമ്മൾ നയിക്കേണ്ടത്. ഇത് കഴിഞ്ഞ് നാളെ രാവിലെ കാണേണ്ട ഭാഗമാണ് കാപിലയോപാഖ്യാനം എന്ന് പറയുന്ന ഭാഗം, പിന്നെ ദക്ഷന്റെ കഥ, അത് കഴിഞ്ഞ് ധ്രുവചരിതം, അത് കഴിഞ്ഞ് നാളെ പുരഞ്ജനോപാഖ്യാനം. ഇതെല്ലാം കഴിഞ്ഞ് 5ാമത്തെ സ്കന്ധത്തിലേക്ക് നമ്മൾ കടക്കും. അങ്ങനെ ആ ഭാഗങ്ങളൊക്കെയാണ് നാളെ നമുക്ക് കാണാനുള്ളത്. ഇതെല്ലാം നാളത്തേക്ക് വെച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം.